നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയെ വിറപ്പിച്ച VS. അദ്ദേഹം ഭരണപക്ഷത്തിരുന്നപ്പോഴും പ്രതിപക്ഷത്തിരുന്നപ്പോഴും സാധാരണക്കാരനു വേണ്ടിയുള്ള ഉറച്ച ശബ്ദങ്ങൾ നിയമസഭയിൽ മുഴങ്ങി. വിപ്ലവ സൂര്യൻ, ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ: വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ അകലുന്നുവെന്നല്ല, പാർട്ടി ജനങ്ങളിൽ നിന്നകലുന്നുവെന്ന് സ്വന്തം പാർട്ടിക്ക് നേരെ വിരൽ ചൂണ്ടി പറയാനുള്ള ധൈര്യം കാണിച്ച ഒരേ ഒരു നേതാവ്. VS എന്ന രണ്ടക്ഷരത്തിൽ സമരവേലിയേറ്റത്തിന്റെ ചരിത്രമുണ്ട്. പാമോലിൻ, ലാവ്ലിൻ, ഐസ്ക്രീം പാർലർ, ഇടമലയാർ എന്നീ വിവാദ കേസുകളിൽ ഒറ്റയ്ക്ക് പോരാടിയ നേതാവ്. എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു. മതികെട്ടാൻമല നടന്നു കയറി. സൂര്യനെല്ലിയിലെ പാവം പെൺകുട്ടിക്ക് താങ്ങും തണലുമായി നിന്ന മനുഷ്യൻ. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ സമരമെന്നാൽ കേരളത്തിന് VS ആയി. VSന്റെ തീപ്പൊരി പ്രസംഗങ്ങൾ പലതും നിയമസഭാ അകത്തളങ്ങളെ പിടിച്ചുലയ്ക്കുന്നവയായിരുന്നു. അത്തരത്തിൽ നിയമസഭയിൽ ശ്രദ്ധേയമായ VSന്റെ പ്രസംഗങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1967 നിയമസഭയിലെ ആദ്യ ശബ്ദം കയർ തൊഴിലാളികൾക്ക് വേണ്ടി. 67 മാർച്ച് 28-നാണ് VS നിയമസഭയിൽ തൻ്റെ കന്നിപ്രസംഗം നടത്തുന്നത്. അത് കയർ തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു. NGOമാർക്ക് ചില ആശ്വാസ നടപടികൾ എടുത്ത കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഒരു പ്രതിഫലവും കിട്ടാത്ത തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. തീരപ്രദേശത്ത് ഒരു ജനവിഭാഗം ഇന്നും കൊടും പട്ടിണിയുടെ വേദന തിന്നുകൊണ്ടിരിക്കുകയാണ്. 11 ലക്ഷത്തോളം വരുന്ന കയർ തൊഴിലാളികൾ. സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം നീണ്ട 10-17 കൊല്ലം കഴിഞ്ഞിട്ടും വളരെയേറെ ക്ലേശം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. ഇതായിരുന്നു ആദ്യ പ്രസംഗം. പിന്നീട് 1969 മത്സ്യത്തൊഴിലാളി സംരക്ഷണ പദ്ധതി പ്രമേയം. VSനെ അടയാളപ്പെടുത്തിയ മറ്റൊരു പ്രസംഗം മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണത്തിന് സമഗ്ര പദ്ധതി വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ അവതരിപ്പിച്ച പ്രമേയമായിരുന്നു. നല്ല പോഷകാംശമുള്ള ആഹാരം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി കൂടി പാടുപെടുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കായ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിലെയും ഭാരതത്തിലെയും ജനങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന ഈ വിഭാഗം തൊഴിലാളികൾ പട്ടിണിയിലും ക്ലേശങ്ങളിലും പെട്ട് ഉഴലാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി. ഈ തൊഴിലാളികൾ നേടിക്കൊടുക്കുന്ന വിദേശ നാണയത്തിൽ 10% അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ മാറ്റിവെക്കേണ്ടതാണ്. 1973 മാർച്ച് 27 ഭൂപരിഷ്കരണ ഭേദഗതി ബില്ലിലെ ചർച്ച. മിച്ചഭൂമിയുടെ കാര്യത്തിൽ ഭൂ ഉടമകൾക്ക് ഈ കഴിഞ്ഞ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഭേദഗതി മൂലം 45 ദിവസം കൂടി നൽകുകയുണ്ടായി. ഇത് തൃണസമാനം ലംഘിക്കാൻ തയ്യാറായ ഭൂ ഉടമകൾക്ക് വീണ്ടും 1 മാസം കൂടി സാവകാശം നൽകി. ഇത് നൽകിയിരുന്നില്ലെങ്കിൽ കുറഞ്ഞപക്ഷം 100 നിയമനിഷേധികളെയെങ്കിലും കൽത്തുറുങ്കിൽ അടയ്ക്കാൻ കഴിയുമായിരുന്നു. കാലതാമസത്തിന്റെ ഉടയാടയിൽ പൊതിഞ്ഞ ഭൂപ്രഭുക്കന്മാരെ രക്ഷിക്കാനുള്ള ഈ സംരംഭം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഉറച്ച ശബ്ദമായിരുന്നു അന്ന് നിയമസഭ കേട്ടത്. 1974 ഭക്ഷ്യപ്രതിസന്ധിക്കെതിരെ അടിയന്തര പ്രമേയവും കേരളത്തിന്റെ റേഷൻ വിഹിതവും. കേരളത്തിന് അർഹമായ റേഷൻ വിഹിതം തന്നില്ലെങ്കിൽ അത് നേടിയെടുക്കാൻ ആവശ്യമായ ഉറച്ച സമരപരിപാടി സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറുണ്ടോ? ഈ നാട്ടിലെ കുത്തകക്കാരായ കൊള്ളക്കച്ചവടക്കാരെ നിയന്ത്രിക്കാനും ഭക്ഷണ സാധനങ്ങൾക്ക് അമിതമായി വില കൂട്ടുന്ന കച്ചവടക്കാരെ മുക്കാലിയിൽ കെട്ടി കവലതോറും കൊണ്ടു നടന്ന് തെരണ്ടിവാൽ കൊണ്ടടിക്കുന്നതിന് ഈ സർക്കാർ തയ്യാറുണ്ടോ? ആ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ ഈയാമ്പാറ്റയെ പോലെ മരിച്ചു വീഴുന്ന സ്ഥിതിയിലേക്ക് നീങ്ങാൻ പോകുകയാണ്. 1992 പാമോലിൻ ക്രമക്കേടിനെതിരെ തീപ്പൊരി പ്രസംഗം. 92 ജൂലൈ 15 പാമോലിൻ ഇടപാടിലെ ക്രമക്കേടിനെ പറ്റി നിയമസഭയിൽ സബ്മിഷനിലും VS നിയമസഭയെ വിറപ്പിച്ചു. ഇത് പാമോലിനാണോ എന്ന് ഗുണനിലവാരം പരിശോധിക്കാതെ വാങ്ങിയിരിക്കുകയാണ്. സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാമോലിൻ വാങ്ങിയിരിക്കുകയാണ്. ഈ പാമോലിൻ ഉപയോഗിക്കുന്നതിന്റെ ഫലമായി ജനങ്ങൾക്ക് രോഗങ്ങൾ പിടിപെടും. ഇതിൽ മാത്രം ഏതാണ്ട് 1 കോടി രൂപ ഖജനാവിലെ വെട്ടിച്ചു എന്ന് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ ജനങ്ങളെ രോഗികളാക്കുന്ന വലിയ കടുങ്കയാണ് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇതായിരുന്നു അന്നത്തെ പ്രസംഗം.
മാധ്യമപ്രവർത്തകർക്കും അദ്ദേഹം കരുതലായിട്ടുണ്ട്. 2015 അടിയന്തര പ്രമേയം. മാധ്യമ വിഭാഗത്തെ തന്നെ എതിർപക്ഷത്ത് കാണുമ്പോൾ അവർക്ക് വേണ്ടിയും VS പലകുറി ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം നടന്നപ്പോൾ 2015 ജൂലൈ 1 അടിയന്തര പ്രമേയത്തിലൂടെയാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കായി സംസാരിച്ചത്. നിങ്ങളൊന്നും മൂടിവെച്ച് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. മാധ്യമപ്രവർത്തകരുടെ മൂന്നാം കണ്ണ് എപ്പോഴും നിങ്ങളുടെ കൊള്ളരുതായ്മകളിലേക്ക് ഓരം പറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മ വേണം. ഇതായിരുന്നു അന്ന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് ഗവൺമെന്റിനെതിരെ VS ശക്തമായി പ്രതികരിച്ചത്. ഇനിയും എത്രയോ പ്രസംഗങ്ങൾ ഇതുപോലെയുണ്ട്. ജനങ്ങൾക്ക് വേണ്ടിയും പാവപ്പെട്ടവർക്ക് വേണ്ടിയും പട്ടിണി കിടക്കുന്നവർക്ക് വേണ്ടിയും നിയമസഭയിൽ എന്നും ശബ്ദം ഉയർന്നിട്ടുള്ളത് VSന്റെ ഭാഗത്ത് നിന്നാണ്. തനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾക്ക് വേണ്ടി ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ അദ്ദേഹത്തെ പോലെ അധികം നേതാക്കളെയൊന്നും കേരളം കണ്ടിട്ടില്ല. വിശ്രമിക്കാത്ത, വിട്ടുകൊടുക്കാത്ത ഈ പോരാട്ട വീരൻ തന്നെയാണ് VSനെ എല്ലാ കാലത്തും വ്യത്യസ്തനായ രാഷ്ട്രീയ നേതാവാക്കുന്നതും. സംഭവബഹുലമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര. നീണ്ട പൊതുപ്രവർത്തനത്തിനിടെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്നിവയടക്കമുള്ള സമുന്നത പദവികൾ VS വഹിച്ചു. CPMലാകട്ടെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയുടെ പരമോന്നത സമിതിയായ പൊളിറ്റ് ബ്യൂറോയിൽ അംഗമൊക്കെയായിട്ടുണ്ട് VS. ഇവിടെയൊക്കെയും VSന് പക്ഷേ ഒരു മുഖമേ ഉണ്ടായിരുന്നുള്ളൂ, ജനപക്ഷത്തിൻ്റെ മുഖം. 2006 മുതൽ 2011 വരെ നീണ്ട VSന്റെ മുഖ്യമന്ത്രി കാലത്ത് നടപ്പാക്കിയതും ജനക്ഷേമങ്ങളായ നിരവധി പദ്ധതികളാണ്. പാതിവഴിയിൽ മുടങ്ങിക്കിടന്ന പല പദ്ധതികളെ പൂർണ്ണതയിലെത്തിക്കുവാനും തുടക്കം പോലും അനിശ്ചിതത്വത്തിലായ പദ്ധതികൾക്ക് ജീവൻ നൽകാനുമൊക്കെ ആ 5 വർഷ കാലയളവിൽ അദ്ദേഹത്തിന് സാധിച്ചു. VS മുഖ്യമന്ത്രി കാലത്തെ ശ്രദ്ധേയ പദ്ധതികളെ കൂടി നമുക്കൊന്ന് നോക്കാം. രാജ്യത്തെ തന്നെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലായ വല്ലാർപാടം പദ്ധതി, കണ്ണൂർ വിമാനത്താവളം സ്ഥലമേറ്റെടുപ്പും ശിലാസ്ഥാപനവും, കൊച്ചി മെട്രോ പദ്ധതിക്ക് അംഗീകാരം, കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി പുനരവലോകനവും അംഗീകാരവും, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ, മാമാങ്ക സ്മാരകങ്ങളുടെ സംരക്ഷണം, സംസ്ഥാനത്ത് ആദ്യമായി പൊതുമരാമത്ത് വകുപ്പ് റെയിൽവേ മേൽപ്പാലം, ഒറ്റപ്പാലം മായന്നൂർ പാലം. VS അച്യുതാനന്ദൻ മന്ത്രിസഭാ കാലത്തെ ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതികൾ മാത്രമാണ് മുകളിൽ സൂചിപ്പിച്ചത്. ഇതിനു പുറമെ കോഴിക്കോട് സൈബർ പാർക്ക്, അഷ്ടമുടിക്കായൽ ടൂറിസം പദ്ധതിയും മലമ്പുഴ ടൂറിസം നവീകരണവും, ചമ്രവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ്, സൈലന്റ് വാലി ബഫർ സോൺ, കൊല്ലം ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് വികസനം, തുളു ഭാഷ സംരക്ഷണത്തിനായി കേരള തുളു അക്കാദമി എന്നിങ്ങനെ പോകുന്നു VS അച്യുതാനന്ദൻ മന്ത്രിസഭാ കാലത്തെ ശ്രദ്ധേയമായ പദ്ധതികൾ. ഒപ്പം തന്നെ മൂന്നാർ ഒഴിപ്പിക്കൽ, പ്ലാച്ചിമട സമരം തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഇതൊക്കെ തന്നെയാണ് മറ്റു മന്ത്രിമാരിൽ നിന്ന് അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.